പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിക്കുമ്പോൾ ഷാരോണിൻ്റെ ആത്മാവ് ഇപ്പോഴും ഉണ്ടെന്ന് ഈ കുടുംബം വിശ്വസിക്കുന്ന മുറിക്ക് മുമ്പിൽ പാറശാലയിലുള്ള ഷാരോൺ രാജിൻ്റെ വീടിനുള്ളിലെ 2ാം നിലയിലെ മുറിക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് ഷാരോൺ രാജിൻ്റെ അവൻ ചെറുപ്പം മുതൽ ചെലവഴിച്ചിരുന്ന മുറി. ഇപ്പോഴും ഷാരോൺ രാജ് അവിടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ആ മുറി അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഷാരോണിൻ്റെ അമ്മയും അച്ഛനും വൈകാരികമായ കാഴ്ചകൾ തന്നെയാണ് ഈ മുറിക്കുള്ളിൽ ഇപ്പോഴുമുള്ളത്. ഞാൻ ഈ ഒരു ഘട്ടത്തിൽ മാതാപിതാക്കളോട് നമുക്ക് ഷാരോണിൻ്റെ ഓർമ്മകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ മുറിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ വിതുമ്പിക്കൊണ്ട് വേദന മാത്രമാണ് അവരുടെ ഓരോ വാക്കുകളിലും പങ്കുവെക്കാനുള്ളത്. അമ്മേ, ഷാരോൺ ജീവിച്ചതും ജനിച്ചതും എല്ലാം ഈ മുറിക്കുള്ളിലാണ്. ഈ വീട്ടിലെന്നെ പൊന്നുമോൻ കളിച്ചു വളർന്ന വീട്. എപ്പോഴും ഓടിച്ചാടി കളിച്ചോണ്ടിരുന്ന എന്റെ പൊന്നുമോൻ, അവൻ കുഞ്ഞുനാളിലെ ഇവിടെ തന്നെ. എന്റെ പൊന്നുമോനെ ഇപ്പൊ ഇവിടെ ഇരുന്ന് റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോഴേ എന്റെ പൊന്നുമോ, എന്റെ ജിയോ മോനെ, എന്റെ ജിയോ മോനെ, എന്റെ ജിയോ മോനെ. ഞാൻ വിളിക്കുന്ന വിളിയല്ലേ എന്റെ ജിയോ മോനെ എന്ന്. എന്റെ പൊന്നുമോ എവിടെ? എന്റെ പൊന്നുമോനെ, അയ്യോ എന്റെ പൊന്നുമോ ഇവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുന്നു. അയ്യോ എന്റെ പൊന്നുമോ, ഈ ദുഷ്ടത്തി എന്റെ പൊന്നുമോനെ ചതിച്ച് അയ്യോ കൊന്നില്ലേ. അയ്യോ എന്റെ പൊന്നുമോനെ. അതെ, അവൻ അവിടെ അതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അയ്യോ എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ ഇങ്ങനെ വന്നല്ലോ എന്റെ ജീവനെ. തികച്ചും വൈകാരികമായ രംഗങ്ങളാണ് ഇത്. ഷാരോൺ രാജിൻ്റെ മുറി, ഷാരോൺ രാജിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ഷാരോൺ രാജിൻ്റെ മുറിക്കുള്ളിലെ അലമാരിയാണിത്. ഷാരോൺ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അവസാന സമയങ്ങളിലൊക്കെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളടക്കം ഈ മുറിക്കുള്ളിൽ ഇപ്പോഴുമുണ്ട്. ആ ഓർമ്മകൾക്ക് നടുവിലാണ്, ആ വൈകാരികമായ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഷാരോൺ രാജിൻ്റെ അമ്മ നമുക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത തരത്തിൽ കരഞ്ഞുകൊണ്ട് മാത്രം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന വളരെ വൈകാരികമായ ഒരു അവസരം. അവിടെ ആ അമ്മയോട് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അനുചിതമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യങ്ങളിലേക്കും പോകുന്നില്ല. ഈ മുറിക്കുള്ളിൽ ഷാരോൺ രാജിന്റെ ആത്മാവ് കൂട്ടായി അവർക്കൊപ്പം ഇപ്പോഴും ഉണ്ട് എന്ന ഒരു ആശ്വാസത്തിൽ, ആ ഒരു ഏക ആശ്വാസത്തിൽ ഈ കുടുംബം മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന വിധി വരുന്നത്. ബാക്കി ശിക്ഷ വിധിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഏത് തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഗ്രീഷ്മയുടെ അമ്മയും കുറ്റക്കാരിയാണ് എന്ന് വിധിക്കേണ്ട സാഹചര്യം വരും എന്ന പ്രതീക്ഷയിലാണ് തങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് വിതുമ്പിക്കൊണ്ട് ഷാരോൺ രാജിന്റെ അമ്മ പ്രിയ നമ്മളോട് അവരുടെ വേദന പങ്കുവെക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.